മോർണിംഗ് വെൽക്കം ബാക്ക് ടു കത്തു സ്പേസി ബുള്ളറ്റ്. എല്ലാവർക്കും ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സിൻ്റെ 17ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് ഒരു സോറി പറയാനുണ്ട്. കാരണം നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഒരു ചോദ്യത്തിൽ വർഷങ്ങളുമായിട്ടൊരു മിസ്റ്റേക്കാണ് കേട്ടോ. 2023 തകഴി പുരസ്കാരം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് MK സാനു എന്നാണ്. പക്ഷെ അത് തെറ്റാണ്. 2023 നമ്മുടെ തകഴി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് M മുകുന്ദനാണ്. 2024 തകഴി പുരസ്കാരം MK സാനുവിന് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് ഞാൻ കമ്മ്യൂണിറ്റി ടാബിലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്തിട്ടിട്ടുമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എനിവേ സോറി. ഓക്കെ, അപ്പോൾ ഇനി അത് തെറ്റിക്കില്ല എന്ന് വിചാരിക്കണു. ഓക്കെ, ഇനി ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് അടക്കാം. കേരള ഫിലിം ക്രിട്ടിക്സ് ചലച്ചിത്ര രത്ന പുരസ്കാരം 2023 അർഹനായിട്ടുള്ളത് ശ്രീനിവാസനാണ്. നമ്മുടെ നടനും തിരക്കഥാകൃത്തും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ ശ്രീനിവാസനാണ് കേരള ഫിലിം ക്രിട്ടിക്സ് ചലച്ചിത്ര രത്ന പുരസ്കാരം 2023 ലഭിച്ചിട്ടുള്ളത്. നമ്മൾ ഒരു ചോദ്യം മുന്നിൽ കണ്ടിട്ടുണ്ടാവും. കേരള ഫിലിം ക്രിട്ടിക്സിലെ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുത്തത് ആട്ടമാണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ഏതോ ഒരു ക്ലാസ്സിൽ നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ചോദ്യം. ഓക്കെ, അതിൽ ചലച്ചിത്ര രത്ന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ആർക്കാണ്? ശ്രീനിവാസനാണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. 6000 വർഷങ്ങൾക്ക് മുമ്പ് ഉൽക്കാപതനത്തിന്റെ ഫലമായി ഉണ്ടായ ഗർത്തം ഈയിടെ കണ്ടെത്തിയ സംസ്ഥാനം ഗുജറാത്താണ്. 6000 വർഷങ്ങൾക്ക് മുമ്പ് ഉൽക്കാപതനത്തിന്റെ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു ഗർത്തം ഈയിടെ കണ്ടെത്തിയത് നമ്മുടെ ഗുജറാത്തിലാണ് എന്ന് ഓർത്തിരിക്കുക. മൂന്നാമത്തെ ചോദ്യം. ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള MRI സ്കാനറാണ് ഇസ്യൂൾട്ട്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. നമുക്കിപ്പോൾ ബയോളജിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ബയോളജിയിലൊക്കെ അത്യാവശ്യം ടോപ്പിക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ലോകത്തിലെ ഏറ്റവും ശക്തമായ MRI സ്കാനറാണ് ഇസ്യൂൾട്ട്. നാലാമത്തെ ചോദ്യം. 2024 ഏപ്രിലിൽ 75ാമത് വാർഷികം പൂർത്തിയാക്കുന്ന സൈനിക സഖ്യമാണ് നാറ്റോ. 2024 ഏപ്രിൽ 75ാമത് വാർഷികം പൂർത്തിയാക്കുന്ന സൈനിക സഖ്യമാണ് നാറ്റോ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നാറ്റോനെ കുറിച്ച് നമുക്ക് നമ്മുടെ UNO അതുപോലെ തന്നെ അതർ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് തന്നെ വേൾഡ് ഹിസ്റ്ററിയിൽ പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ വരുന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടിയാണ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ കൂടിയാണ് ഈ നാറ്റോ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ 75ാം വാർഷികം 2024 പൂർത്തിയാക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ചിലപ്പോൾ കറണ്ട് അഫയേഴ്സിൽ നിന്നും ചോദ്യങ്ങൾ വരാം, അല്ലെങ്കിൽ GK ലെവലിൽ നിന്ന് ചോദ്യങ്ങൾ വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ 1924 നമ്മുടെ വൈക്കം സത്യാഗ്രഹം നടന്നതാണ്. ഇപ്പം 2024 100ാം വാർഷികമാണ്. അപ്പോൾ നമ്മുടെ ഹിസ്റ്ററിയിൽ വൈക്കം സത്യാഗ്രഹം അരിച്ച് പറക്കി നോക്കിക്കോളൂ. ഓക്കെ, ചോദ്യം ചാൻസ് ഉണ്ട്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സെലക്റ്റീവായിട്ട് പഠിക്കേണ്ടത് കേട്ടോ. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ്. 2024 25ാമത് ലോറസ് പുരസ്കാരത്തിന് അർഹനായ പുരുഷ താരമാണ് നൊവാക് ദ്യോക്കോവിച്ച്. ഓക്കെ, 2024 25ാമത് ലോറസ് പുരസ്കാരം അതിന് അർഹനായിട്ടുള്ള പുരുഷ താരമാണ് നൊവാക് ദ്യോക്കോവിച്ച്. അദ്ദേഹം സെർബിയൻ താരമാണ്. എല്ലാവർക്കും അറിയുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കുറേയധികം ഗ്രാൻഡ് സ്ലാം അവാർഡുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ആറാമത്തെ ചോദ്യമാണ്. അടുത്ത കാലത്ത് ഗവേഷകർ ഏറ്റവും വലിയ പാമ്പിൻ്റെ ഫോസിൽ കണ്ടെത്തിയത് എവിടെ നിന്ന്? കച്ചിലാണ്. ഓക്കെ, നമ്മുടെ ഗുജറാത്തിലെ കച്ച് എന്ന സ്ഥലത്താണ് അടുത്ത കാലത്ത് ഗവേഷകർ ഏറ്റവും വലിയ പാമ്പിൻ്റെ ഫോസിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഈ ഏഴാമത്തെ ചോദ്യം ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം ലക്ഷ്യമിട്ട് കേന്ദ്ര വനിതാ ശിശു മന്ത്രാലയം അങ്കണവാടികളിലൂടെ നടപ്പിലാക്കുന്ന പാഠ്യപദ്ധതിയാണ് ആധാർശില. 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം ലക്ഷ്യമിട്ടിട്ട് വനിതാ ശിശു മന്ത്രാലയം അങ്കണവാടികളിലൂടെ നടപ്പാക്കുന്ന ഒരു പാഠ്യപദ്ധതിയാണ് ആധാർശില. അതുപോലെ തന്നെ അങ്കണം എന്നുള്ളൊരു പദ്ധതിയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്കണവാടി പ്രവർത്തകരുടെ ജീവനക്കാർക്കുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, എട്ടാമത്തെ ചോദ്യം. 2024 ഏപ്രിലിൽ മരണപ്പെട്ട ഇന്ത്യൻ മനഃശാസ്ത്ര അപഗ്രഥനത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്ന വ്യക്തിയാണ് സുധീർ കാക്കർ. അപ്പോൾ സുധീർ കാക്കർ 2024 ഏപ്രിലാണ് അന്തരിച്ചത്. അപ്പോൾ അദ്ദേഹം ഇന്ത്യൻ മനഃശാസ്ത്ര അപഗ്രഥനത്തിൻ്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, സുധീർ കാക്കർ. പേരൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഒമ്പതാമത്തെ ചോദ്യമാണ്. 2024 3ാമത് ലതാ മങ്കേഷ്കർ പുരസ്കാരത്തിന് അർഹനായത് അമിതാഭ് ബച്ചനാണ്. 2024 3ാമത് ലതാ മങ്കേഷ്കർ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് അമിതാഭ് ബച്ചനാണ്. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 2024 ഏപ്രിലിൽ മരണപ്പെട്ട മുൻ കേരള ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ പാലിയത്ത് രവിയച്ചനാണ്. ഓക്കെ, ഇങ്ങനെയും ചോദിക്കാം. പാലിയത്ത് രവിയച്ചൻ ഏത് മേഖലയിൽ പ്രശസ്തനാണ്, അല്ലെങ്കിൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ചോദിക്കാം അദ്ദേഹം. ഓക്കെ, അപ്പോൾ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതിനേക്കാൾ മുമ്പ് ഒരു പ്രാവശ്യം കൂടി പറയുകയാണ്, 2023 നമ്മുടെ തകഴി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് എം മുകുന്ദനും 2024 തകഴി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് MK സാനുവിനാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്